കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ കാലഘട്ടത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ വിഷയമാണ്. നമ്മൾ ആദ്യത്തെ പ്രബോധനത്തിൽ കേട്ടു, ലോകത്തെ ഉപയോഗിച്ച് സാത്താൻ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. സത്യമാണ്. തോമാസ പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഈ ശുശ്രൂഷയും പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കക്കാർ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കുക. തെസ്സലോനിക്ക 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഈ വേർപാട് ദുസ്സഹമായി തീർന്നപ്പോൾ ഏഥൻസിൽ തനിച്ചു കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയസിനെ നിങ്ങളുടെ അടുക്കേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലന്റെ എല്ലാ ലേഖനങ്ങളും അത് എഴുതപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഏതോ ഒരു കഥ വായിക്കുന്നത് പോലെ അങ്ങ് വായിച്ചു വിടും, എന്നിട്ട് ദൈവത്തിന് സ്തുതി എന്ന് പറയും. കാശിന് പ്രയോജനം അതുകൊണ്ട് നമുക്കുമില്ല, ദൈവത്തിനും ഉണ്ടാവില്ല. നമുക്കതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് പൗലോസ് ഇത് എഴുതിയത്, പൗലോസ് ഇത് പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ, അത് വായിക്കൊന്നും വേണ്ട, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യ എന്ന് പറയുന്ന ഒരു വലിയ ഭൂഖണ്ഡത്തിൽ പോയി സുവിശേഷം അറിയിക്കണമെന്നതായിരുന്നു പൗലോസിന്റെ താല്പര്യം. പക്ഷെ അവിടേക്ക് പോകുന്നതിന് ദൈവം തടഞ്ഞു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, എന്നാൽ പിന്നെ ബിഥേനിയയിൽ പോയി വചനം ശുശ്രൂഷിക്കാം. അതും ദൈവം തടഞ്ഞു. എങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് വെളിപ്പെടുന്നത് വരെ താനായിരുന്ന സ്ഥാനത്ത് തന്നെ താൻ തുടർന്നു. അന്ന് ഒരു ദർശനം ഉണ്ടായി പൗലോസിന്. മക്കെദോന്യ വേഷമണിഞ്ഞ ചിലർ വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പൗലോസിനോട് അഭ്യർത്ഥിക്കുന്നതായിട്ട് ഒരു ദർശനം. അപ്പോൾ പൗലോസിന് മനസ്സിലായി, താൻ പോകേണ്ടത് ഏഷ്യയിലേക്കല്ല, ബിഥേനിയയിലേക്കല്ല, തനിക്ക് പോകേണ്ടത് മക്കെദോനിയയിലേക്കാണ്. മക്കെദോനിയ എന്ന് വെച്ചാൽ മാസിഡോണിയ എന്ന് പറയും. ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് മാസിഡോണിയ. പൗലോസ് അവിടുന്ന് പുറപ്പെട്ടു പോകുന്നു. ആദ്യമായി ഒരു പട്ടണത്തിൽ ചെന്ന്, ഫിലിപ്പി എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ചെന്ന് കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞു. കവലയിലുള്ള പട്ടുവിൽപ്പനക്കാരികളിൽ ഒരു സ്ത്രീ അത് ശ്രദ്ധിച്ചു കേട്ടു. അവൾ മാനസാന്തരപ്പെട്ടു, കർത്താവിൻ്റെ ശിഷ്യയായി തീർന്നു. ഇതൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ ചിട്ടയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് പൗലോസ് തെസ്സലോനിക്കയിലെത്തുന്നത്. പൗലോസ് അവിടെ ചെന്നപ്പോൾ എല്ലാ കാലത്തെയും പോലെ അവിടെ യഹൂദരുണ്ടോ എന്ന് അന്വേഷിച്ചു. കാരണം യഹൂദരുണ്ടെങ്കിൽ സെനഗോഗ് ഉണ്ടാവും. അപ്പോൾ ഒരു സെനഗോഗ് കണ്ടെത്തി. യഹൂദന്മാരുണ്ടെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ വർഗക്കാരായ അവരും ക്രിസ്തുവിലൂടെ രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് ആദ്യം ചെന്ന് സെനഗോഗുകളിൽ ചെന്ന് കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. ചില യഹൂദന്മാർക്ക് അത് ബോധ്യം വന്നു. അവർ ക്രിസ്ത്യാനികളായി. ആ നാട്ടുകാരായ ചില ആളുകളും സുവിശേഷം കേട്ടു, അവരും കർത്താവിൻ്റെതായി. ഇത് അറിഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന യഹൂദരും തദ്ദേശീയരും പൗലോസിനെതിരെ തിരിഞ്ഞു. അവർ പൗലോസിനെ കൊല്ലാൻ നോക്കി. അപ്പോൾ അല്പമുള്ള ഈ ശിഷ്യഗണം പൗലോസിനെ ബെറോവയിലേക്ക് ഒളിച്ചു കിടത്തി. ബെറോവയിൽ ചെന്നിട്ടും പൗലോസ് തൻ്റെ പ്രവൃത്തി അതേപോലെ തുടർന്നു. ഇവിടെ ഒരു ഗുണമുണ്ടായി. ബെറോവയിലുണ്ടായിരുന്ന യഹൂദർ പുസ്തകം പരിശോധിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് പൗലോസിന് കാര്യമായ ഉപദ്രവം ആ നാട്ടുകാരിൽ നിന്ന് അവനുണ്ടായില്ല.
പക്ഷെ തെസലോണിക്കയിലെ ആ മെനകെട്ട കൂട്ടം ബെറോവായിലും വന്ന് പൗലോസിനെ കൊല്ലാൻ നോക്കി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ശിഷ്യഗണം പൗലോസിനെ ആഥൻസിലേക്ക് കടത്തി. അങ്ങനെ പൗലോസ് സുരക്ഷിതനായി. ഇപ്പൊ പൗലോസ് തെസലോണിക്കയിൽ ആകെ 3 ആഴ്ച ഉണ്ടായിരുന്നിട്ടുള്ളൂ. ചെറിയ കൂട്ടാണെങ്കിലും നല്ല വിശ്വാസികളാണ്, നല്ല സ്വഭാവമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, പൗലോസിന് അറിയാം. പക്ഷേ അവർ പീഡനം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ആരിൽ നിന്നാണ് പീഡനം? യഹൂദന്മാരിൽ നിന്നും, സുവിശേഷം സ്വീകരിക്കാത്ത ശേഷം ലോകരിൽ നിന്നും ആണ് 3-ാമത്തെ വാക്യം. അതായത് 1 തെസ്സലോനിക്ക 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ കഷ്ണം മാത്രം വായിച്ചാൽ മതി. പീഡനങ്ങൾ നിമിത്തം ആർക്കും ഇളക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. കണ്ടോ? അപ്പൊ പൗലോസ് ഇപ്പൊ സുരക്ഷിതനായി ഏഥൻസിൽ പാർക്കുക. പക്ഷെ അവന്റെ മനസ്സ് സ്വസ്ഥമല്ല. അവന്റെ മനസ്സ് താൻ സ്ഥാപിച്ചു പോന്ന ഓരോ സഭകളെയും കുറിച്ച് കലുഷിതമാണ്. ഉറങ്ങാൻ കിടന്ന ഉറക്കം വരുന്നില്ല. അവരിപ്പോ ഏത് നിലവാരത്തിലാണാവോ? അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ ആവോ? ഈ ഒരു മനപ്രയാസം തനിക്ക് കൂട്ടായിട്ട് തൻ്റെ കൂടെയുള്ള ഒരു വിശ്വസ്ത ദാസനാണ് തിമോത്തിയോസ്. തിമോത്തിയോസിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക എന്ന് വെച്ചാൽ തൻ്റെ കയ്യോ കാലോ വെട്ടിക്കളയുന്നതിന് തുല്യാണ്. എന്നാൽ അയക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചെകുത്താനും കടലിനും ഇടയിൽ എന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എനിക്ക് എന്തു വന്നാലും വേണ്ടില്ല, തിമോത്തിയോസിനെ തെസലോണിക്കയിലേക്ക് അയച്ചിട്ട് അവരുടെ സ്ഥിതി ഒന്ന് അറിയാലോ എന്ന് കരുതി അവരെ സന്ദർശിക്കാൻ തിമോത്തിയോസിനെ പറഞ്ഞു വിട്ടു. ഇനി അതേ ലേഖനത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഇക്കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്ന് വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഗ്രഹിച്ചറിയാൻ ഞാൻ ആളയച്ചത്. പ്രലോഭകൻ നിങ്ങളെ ഏതു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നമെല്ലാം പാഴായി പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു. പ്രലോഭകൻ മനുഷ്യന്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ പ്രലോഭകൻ മനുഷ്യന്റെ കൂടെയുണ്ട്. എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്. അവന്റെ പണി പ്രലോഭിപ്പിക്കലാണ്. നമ്മുടെ പണി അതിൽ കൂളായിട്ട് ചെന്ന് വീഴുന്നതിൽ. കാരണം നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ തന്നെ കൊള്ളരുതാത്തവരായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർ പ്രലോഭനത്തിൽ വളരെ പെട്ടെന്ന് വീണു. തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച ആ പഴം വിളയുന്ന മരത്തിന്റെ ചോട്ടിൽ ചെന്നിരുന്ന് ഹവ്വ വെള്ളമോർക്കിയിരിക്കുക. ഓ, എന്തൊരു മനോഹരമായ പഴം! ഇത് കാഴ്ചയ്ക്ക് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ ഇത് കണിശമായിട്ട് തിന്നാനും നന്നായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, ദൈവം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് എങ്ങനെ തിന്നും? എന്നാൽ എങ്ങനെ തിന്നാതിരിക്കും? അങ്ങനെ ഇരിക്കുമ്പോ സർപ്പം അവിടെ വന്നു. സർപ്പം പറഞ്ഞു, ഇത് എന്തുകൊണ്ടാണ് നിങ്ങളോട് തിന്നരുതെന്ന് പറഞ്ഞതെന്നറിയോ? ഇല്ല, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞത്. അത് ശരി, അമ്പട ദൈവേ, ഇതാണ് നിന്റെ കളിയിലെ. അങ്ങനെ ഹവ്വ ആ പഴം പറിച്ചു തിന്നു. തൻ്റെ കെട്ടിയവനും കൊടുത്തു, അവനും തിന്നു. ഇതാണ് ആദ്യ പാപം. എല്ലാവരും പറയും ആദ്യ പാപം അനുസരണക്കേടാണെന്ന്. അല്ല, ആദ്യ പാപം അവിശ്വാസമാണ്. ദൈവത്തിലുള്ളതിനേക്കാൾ വിശ്വാസം പിശാചില. ആ അവിശ്വാസമാണ് അനുസരണക്കേട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ദൈവം ഒരു കാര്യം നിശ്ചയിച്ചു: വിശ്വസിക്കുന്നവരെ നീതീകരിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്തിലുള്ള വിശ്വാസം? വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. 1 കൊറിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായം അതിൻ്റെ
21-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. പക്ഷെ രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നവർക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പറയപ്പെടുമ്പോൾ അത് വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോ മനുഷ്യന് രക്ഷപ്പെടുവാൻ, ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ, ദൈവവുമായി സമാധാനത്തിലായിരിക്കാൻ ഉള്ള ഏക മാർഗമാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏക ലക്ഷ്യം. കാരണം വിശ്വാസത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നശിച്ചോളും, പിന്നെ അവന് വേണ്ടി ഒന്നും ചെയ്യണ്ട. അപ്പൊ വിശ്വാസവും അവിശ്വാസവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ആഴത്തിലൊന്ന് പഠിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ദൈവവുമായി ബന്ധം പുലർത്താൻ കഴിയുക. ആദാമിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ആദാം ദൈവത്തിന്റെ മകനാണെന്നാണ്. ശരിയാ, കാരണം ആദാമിനെ ഒരു സ്ത്രീ പ്രസവിച്ചിട്ടില്ല. ആദാമിനെ ദൈവം ഉണ്ടാക്കിയതാ. അതുകൊണ്ടാണ് ആദാമിനെ കുറിച്ച് പറയുന്ന ആദാം ദൈവത്തിന്റെ മകൻ. പക്ഷെ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവവും അവന് തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ പുത്രത്വം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ആ പുത്രത്വം നമുക്ക് തിരിച്ചു തരാൻ ദൈവം വെച്ചിരിക്കുന്ന ഉപാധി വിശ്വാസമാണ്. യോഹന്നാൻ 1:12. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ അധികാരം നൽകി. കണ്ടോ? പാപത്തിന്റെ പടുകുഴിയിലായിരുന്ന ഏതൊരു മനുഷ്യനും പാപക്ഷമ നേടി ദൈവത്തിന്റെ മകനോ മകളോ ആകുവാനുള്ള മാർഗം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതാ പറഞ്ഞ് തന്നെ കൈക്കൊണ്ട് തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ന് വെച്ചാൽ അതിൽ നിന്ന് ആരും ഒഴിവാക്കിയിട്ടില്ല. ഏത് ഘോര പാപിയാണെങ്കിലും അവൻ അതിൽ നിന്ന് മോചനം കിട്ടും. എങ്ങനെയാണെങ്കിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അവൻ കൈക്കൊണ്ടാൽ, ഉള്ളിലാക്കിയാൽ അവൻ നീതീകരിക്കപ്പെടും. ഇതാണ് ദൈവത്തിൻ്റെ മാർഗം. ഇതിനെ നമുക്ക് വിളിക്കാവുന്ന ഒരു പേരാണ് കൃപ. ദൈവം ദാനമായി തരുന്ന ഒന്ന്, അതിനെ നാം വിശ്വാസത്താലാണ് അവകാശമാക്കുന്നത്. രക്ഷ വിശ്വാസത്താലാണെന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് തെറ്റുപറ്റരുത്. രക്ഷ കൃപയാലാണ്. പക്ഷെ ദൈവം ദാനമായി തരുന്നുണ്ടെങ്കിലും അത് നാം വശത്താക്കുന്നത്, സ്വായത്തമാക്കുന്നത്, കൈവശപ്പെടുത്തുന്നത് വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പല ആളുകളും വാക്കുകൾ അസ്ഥാനത്ത് ഉപയോഗിക്കും. വിശ്വാസത്താൽ അല്ല രക്ഷ, രക്ഷ കൃപയാല. കാരണം ഞാൻ വിശ്വാസത്താൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ ആ വിശ്വാസം അതിൻ്റെ കേന്ദ്ര ബിന്ദുവിൽ നിൽക്കുന്നത് ഞാനാണ്. അതെനിക്ക് അഹങ്കാരം ഉണ്ടാക്കും. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലാണെന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഞാനല്ല, ദൈവമാണ്. അപ്പൊ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായി അത് പഠിപ്പിക്കുകയും സൂക്ഷ്മമായി അത് കൈകാര്യം ചെയ്യുകയും വേണം. ഈ ഒരു വിഷയം ചിന്തിക്കാനിരുന്നത് ഞാൻ ഏതാണ്ട് 1-2 ആഴ്ച മുമ്പാണ് ഈ വിഷയം ഞാൻ പ്രസംഗിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് ഞാൻ ധാരാളം വായിക്കുകയും ധാരാളം ഒരുങ്ങുകയും ചെയ്തപ്പോൾ
എനിക്കൊരു കാര്യം മനസ്സിലായി, 2021 എനിക്ക് ലഭിക്കുന്ന എല്ലാ പ്രസംഗങ്ങളും ഇതിനെ ആസ്പദമായി ചെയ്യാൻ മാത്രം ടൺ കണക്കിന് വചനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് മുഴുവൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ എക്സാമ്പിൾ സഹിതം കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ എങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാത്താനെ നമുക്ക് തോൽപ്പിക്കാം. കാരണം ലോകത്തെ ജയിക്കുന്ന നമ്മുടെ വിജയം എന്ന് പറയുന്നത് എന്താണെന്ന വിശ്വാസം. നമുക്ക് പിശാചിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന വിശ്വാസത്താല, നമുക്ക് ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന വിശ്വാസത്താല, നമുക്ക് എന്തിനേയും കീഴ്പ്പെടുത്താൻ കഴിയുന്നത് വിശ്വാസത്താല. പക്ഷെ ഈ വിശ്വാസം നമ്മിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ് സാത്താന്റെ തന്ത്രം. അതുകൊണ്ട് അവൻ എപ്പോഴും നമ്മുടെ ബലഹീനതയിലേക്ക് ടോർച്ചടിച്ചു തരും. ഇത് നോക്കൂ, നിന്നെ കൊണ്ടൊക്കെ ഇത് കഴിയുമോ, നീ എത്ര നിസാരനാ. ഇങ്ങനെ ദാവീദ് ചിന്തിച്ചിരുന്നു എങ്കിൽ ദാവീദിന് ഗോലിയാത്തിനെ കൊല്ലാൻ പറ്റുമായിരുന്നോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നാം ചിന്തിച്ചാൽ മതി, ഞാൻ ബലഹീനനാണ്, എന്നെ കൊണ്ടൊന്നും കഴിയില്ല. പക്ഷെ എന്നെ അതിനായി വിളിച്ചു നിർത്തിയിരിക്കുന്ന ദൈവം മഹാൻ, അവൻ ശക്തനാണ്, അവൻ എന്നിലൂടെ അത് ചെയ്തിരിക്കും. ആ ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാം. ജയിക്കുന്നത് സ്വന്തം ശക്തിയാലല്ല, എൻ്റെ ദൈവത്താൽ. ജയിക്കുന്നത് എൻ്റെ ദൈവത്താലാണ്. പ്രവർത്തിക്കുന്നത് ഞാനല്ല, അവനാണ്. ഞാൻ എൻ്റെ ഭൗതിക ശരീരം, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് എൻ്റേതെന്ന് വിളിക്കാൻ ദൈവം തന്നിരിക്കുന്ന എല്ലാറ്റിനെയും ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ മഹത്വം എടുക്കണമേ. അപ്പൊ ദൈവം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മാനവും മഹത്വം ഒന്നും എടുത്ത് പോക്കറ്റിലിടാൻ നിൽക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. ഗ്ലോറി ജീസസ്. പിശാചിനറിയാം പാപിയായ മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു ബന്ധമില്ല. പുത്രത്വം കിട്ടുന്നത് വിശ്വാസത്താല, നീതീകരണം കിട്ടുന്നത് വിശ്വാസത്താല. അപ്പൊ ഈ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസിയെ അടർത്തി കഴിഞ്ഞാൽ മനുഷ്യന് പുത്രത്വം നഷ്ടപ്പെടും, ദൈവത്തിന് ആത്മാവ് നഷ്ടപ്പെടും. ട്രിക്ക് മനസ്സിലായോ? ഇതിന് നമ്മൾ അവിടെ ഇവിടെയും പോയൊന്നും പരതണ്ട. നമ്മുടെ ഈ കൂട്ടായ്മയിൽ കഴിഞ്ഞ 20 കൊല്ലക്കാലം കൊണ്ട് ഈ സഭയിൽ നിന്ന് അകന്നു പോയവരുടെ എണ്ണം നോക്കിയാൽ അവരുടെ ഓരോരുത്തരുടെയും ജീവിതം കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ എടുത്തു പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും എവിടെയാണ് അവർക്ക് വീഴ്ച പറ്റിയത്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാനോ വിമർശിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. എനിക്ക് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇന്നലെ സാന്ദർഭികമായിട്ട് ജോഷി എന്നോട് പറഞ്ഞു, എൻ്റെ ജോസേട്ടാ, നമ്മുടെ സഭയിൽ നിന്ന് എത്ര എണ്ണം വിട്ടുപോയി, ഇതിലേതെങ്കിലും ഒരെണ്ണം കണക്കിലായിട്ടുണ്ടോ? ഒരെണ്ണം. ഞാൻ ഉത്തരം പറയുന്നില്ല. നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ തീരുമാനിച്ചു. കാരണം അവർ നല്ല ഉദ്ദേശത്തിന് വേണ്ടി പോയതല്ലായിരുന്നു. നല്ല ഉദ്ദേശത്തിന് വേണ്ടി പോയവരുണ്ടെങ്കിൽ അവരെ ദൈവം അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ദുഷ്ടലക്ഷ്യത്തോടു കൂടി സ്ഥാനം വിടുന്നതിനെ ഒന്നും ദൈവം വെറുതെ വിടില്ല. ലോകത്തിന് മുമ്പിൽ അതിനെയൊക്കെ ഒരു കൂത്ത് കാഴ്ചയാക്കി ദൈവം നിർത്തും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മള് വീഴാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊന്ന് പഠിക്കാൻ പോവാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം. ബൈബിൾ ഉള്ളവരതൊക്കെ ഒന്ന് എടുക്ക്, നല്ലതാണ്. ഈ ബോർഡിലുള്ളത് നോക്കിയാൽ പ്രദർശിപ്പിക്കുന്ന ഒരൊറ്റ വചനം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കുന്നതാണ് ഏറ്റവും ഉചിതം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 16 തൊട്ടൊന്ന് വായിച്ചാട്ടെ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യനെ ഞാൻ സ്പെഷ്യൽ എന്ന് വിളിക്കും. കാരണം കർത്താവിനെ സമീപിച്ച
ആയിരക്കണക്കിന് ആളുകൾ കാണും. പക്ഷെ അവരൊക്കെ തേടി വന്നത് ഭൗതിക നന്മയായിരുന്നു. ചിലർക്ക് രോഗസൗഖ്യം വേണം, ചിലർക്ക് കാഴ്ച വേണം, ചിലർക്ക് അപ്പം വേണം, ചിലർക്ക് മറ്റെന്തെങ്കിലും വേണം. പക്ഷെ ഈ മനുഷ്യന്റെ കാഴ്ചപ്പാടോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. അവൻ ചോദിച്ചത് നിത്യജീവൻ എനിക്ക് വേണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ കർത്താവ് അവനോട് ചോദിച്ചു, 17-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, നന്മയെ പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നിന്റെ സഭാ നേതൃത്വം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ന്യായ പ്രമാണം ഉണ്ടല്ലോ, അതിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കുക, നീ നിത്യജീവനിലെത്തും. ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് പുതിയ നിയമസഭയോട് പറയട്ടെ, നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ചാൽ നിങ്ങൾ നരകത്തിലെത്തുള്ളൂ. കാരണം ന്യായപ്രമാണം അനുസരിക്കാൻ ചുമതലയുണ്ടായിരുന്ന ആ പഴയ നിയമസഭ നിയമം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ നീതീകരിക്കുകയും രക്ഷിക്കുകയും നിത്യജീവൻ കൊടുക്കുകയും ചെയ്യും. അത് ആ കാലഘട്ടത്തിലെ നിയമമാണ്. ആ ന്യായപ്രമാണം ഇന്ന് നിലനിൽക്കുന്നില്ല. അതതിൻ്റെ ടോട്ടാലിറ്റിയിൽ നീക്കം ചെയ്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ മത്തായിയുടെ സുവിശേഷം ഈ വാക്യം വായിച്ചിട്ട് ന്യായപ്രമാണം അനുസരിച്ച് രക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഠേനായിരിക്കും നിങ്ങൾ. തെറ്റ് തിരുത്തി പറഞ്ഞു പോയില്ലെങ്കിൽ ചിലപ്പോൾ വഴി തെറ്റും. അതുകൊണ്ടാണ് തിരുത്തി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ അവൻ പറഞ്ഞു, ഏതൊക്കെ നിയമങ്ങളാണ് എന്ന് അവൻ ചോദിച്ചു. അതിന് 18-ാമത്തെ വാക്യം. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? പ്രൈസ് ദി ലോർഡ്. ഇതാണ് ആ മനുഷ്യന്റെ കുറവ്. താൻ അനുസരിച്ചിട്ടുള്ള ചില കൽപ്പനകൾ വെച്ചുകൊണ്ട് താൻ എല്ലാം അനുസരിച്ചു എന്നവൻ ചിന്തിക്കുകയാണ്. നമ്മൾ ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ന്യായപ്രമാണം എഴുതി കൊടുത്ത് 2 കൽപ്പലകകളിലാണ്. അതിലൊരിടത്തും എഴുതി വെച്ചിട്ടില്ല ഓരോ പലകയിലും എത്ര നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പലകയിൽ 4 നിയമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊരു പലകയിൽ 6 നിയമങ്ങളുണ്ടായിരുന്നു. അതെവിടുന്ന കിട്ടിയേ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ പറയും, അത് ദൈവം എനിക്ക് തന്നതാ. എന്താ കാരണം എന്നറിയോ? ആദ്യത്തെ 4 കൽപ്പനകൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. രണ്ടാമത്തെ പലകയിലുള്ള 6 കൽപ്പനകൾ മനുഷ്യനും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് ദൈവം ജ്ഞാനിയായതുകൊണ്ട് ഒരിക്കലും ഇത് കൂട്ടിക്കലർത്തില്ല. അതുകൊണ്ട് 2 കൽപ്പലകകളിലുള്ള 10 നിയമങ്ങൾ, 4ഉം 6ഉം 10. തെറ്റുപറ്റരുത്. ഈ അക്ഷരത്തിൽ എഴുതി കിട്ടിയെങ്കിൽ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഗോ ടു ഹെൽ, അത്രേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം അക്ഷരം കൊല്ലും, ആത്മാവ് ജീവിപ്പിക്കും. അപ്പൊ ഈ രണ്ടാമത്തെ കൽപ്പലകയിൽ നിന്നാണ് 5 കാര്യങ്ങൾ കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത്തെ കൽപ്പലയിൽ എത്ര കൽപ്പനകൾ ഉണ്ട്? 6. ഇവിടെ കർത്താവ് എത്രണ്ണം ചൂണ്ടിക്കാണിച്ചു? 5 ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞു തരാം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അതെ, ഇതോടെ 5 കൽപ്പനയെ. ഇതെല്ലാം മനുഷ്യനും തമ്മിലുള്ള നിയമമാണ്. ഇവിടെ ഒരു കൽപ്പന കർത്താവ് ബോധപൂർവം പറഞ്ഞില്ല. ഏതായിരിക്കും ആ കൽപ്പന? മോഹിക്കരുത്.
ഇതാണ് ആ കൽപ്പന. കാരണം കർത്താവ് അവനൊരു കെണി വെച്ചതാ. അവൻ ഈ 5 കൽപ്പന കേട്ടപ്പോഴേ പറഞ്ഞു, ഓ ഇതൊക്കെ ഞാൻ എന്നെ അനുസരിച്ചിട്ടുണ്ട്. അവൻ അനുസരിക്കുന്നില്ല, അവൻ മോഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനാണെന്ന് കർത്താവ് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്. ഒരു കുറവേ ഉള്ളൂ. എന്താണ് ആ കുറവ്? നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്താണ് ഈ മനുഷ്യന്റെ ആകെ കൂടിയുള്ള പ്രശ്നം? അവൻ വളരെ ധനികനാണ്. പക്ഷെ അവന്റെ ഇനിയുമുള്ള ആഗ്രഹം എന്താണ്? ഇനിയും പണക്കാരനാകണം. അവൻ മോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പുറകെ അല്ല, മോഹത്തിന്റെ പുറകെയാണ്. ഈ മോഹത്തിൽ നിന്ന് അവനെ അടർത്തി മാറ്റണമെങ്കിൽ, അവനെ ശുദ്ധീകരിക്കണമെങ്കിൽ ദൈവത്തിന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം അവനെ സഖ്യവൂസിനെ പോലെ ഒന്നുമില്ലാത്തവനാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ പോയി നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അങ്ങനെ ഒന്നും നിനക്കില്ലാത്തൊരു ഘട്ടം വരുമ്പോ നിന്റെ ആശയും പോവും, നിന്റെ മോഹവും പോവും, നിന്റെ ഇച്ഛാഭംഗങ്ങളും പോവും. ദെൻ ഫോളോ മീ. നീ എൻ്റെ കൂടെ പോരെ, ഞാൻ നിനക്ക് ചെലവിന് തന്നോളാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിത്യജീവനിൽ ഇടമുണ്ടാകും. എന്തുണ്ടായേ? 22-ാമത്തെ വാക്യം. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാമോ, ഞാൻ ഒരു മോഹത്തിൻ്റെയും പുറകെ ഓടുന്നില്ല, എന്നെ ഒരു മോഹവും നിയന്ത്രിക്കുന്നില്ല, എനിക്കിപ്പോഴുള്ളതിൽ ഞാൻ സംതൃപ്തനാണ്, ഞാൻ നിത്യജീവന് അർഹനാണ്? നിങ്ങൾ അങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ കൈയൊന്നുയർത്തി നിങ്ങളുടെ മോന്തയൊന്ന് കാണാനാ. അബദ്ധത്തിൽ പോലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൈ പൊക്കരുത്. കാരണം നമ്മളൊക്കെ നുണ പറയുന്നവരാണെന്ന് ദൈവം പറയും. We are all driven by desires. പലതരം മോഹങ്ങൾക്ക് അടിമപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നിടത്തോളം കാലം നാം ദൈവത്തെ നാണം കെടുത്തുന്ന വിശ്വാസികൾ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ മോഹം മനുഷ്യന് ചെയ്യുന്ന ദ്രോഹം? അപ്പോസ്തലനായ പൗലോസിനെ തന്നെ നമുക്കെടുക്കാം. വളരെ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പും അവൻ വിശുദ്ധൻ തന്നെയായിരുന്നു. പക്ഷേ ആ പൗലോസിനെ പാപം കൊന്നു. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 7 തൊട്ടങ്ങ് വായിച്ചു. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? നിയമം പാപമാണെന്നോ? ഒരിക്കലുമല്ല. എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപം എന്തെന്ന് അറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. പൗലോസ് പറയണം, മോഹിക്കരുത് എന്നൊരു നിയമം ഉള്ളത് കൊണ്ട് മോഹിക്കുന്നത് തെറ്റാണ് എന്ന് ഒരാൾക്കറിയാം. കൊല്ലരുത് എന്ന് നിയമമുള്ളത് കൊണ്ട് കൊന്നാൽ അത് തെറ്റാണെന്ന് ഒരാൾക്കറിയാം. മോഷ്ടിക്കരുത് എന്ന നിയമം ഉള്ളത് കൊണ്ട് മോഷ്ടിച്ചാൽ അത് കുറ്റകരമാണെന്ന് ഒരാൾക്കറിയാം. അപ്പോൾ വാസ്തവത്തിൽ ന്യായപ്രമാണം ചെയ്യുന്നത് എന്താണ്? ന്യായപ്രമാണം ഒരാളെ വിശുദ്ധീകരിക്കുകയാണോ? അല്ല. ന്യായപ്രമാണം ഒരുവന് പാപബോധം നൽകുന്നു. അയ്യോ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, അരിഷ്ടനാണല്ലോ ഞാൻ എന്നൊരുവന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ദാറ്റ്സ് ഓൾ. അങ്ങനെ ആ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന പൗലോസ് പറയുന്നത് 8-ാമത്തെ വാക്യം.
എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. നിയമത്തിന്റെ അഭാവത്തിൽ പാപം നിർജീവമാണ്. ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു. എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു. കണ്ടോ? ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന പൗലോസിന് മോഹം ഉള്ളിൽ കടന്ന് അത് പൗലോസിനെ കൊന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ താനൊരു കാര്യം മനസ്സിലാക്കി, ഞാൻ ദൈവം മുമ്പാകെ ചത്തവനാണ്. കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ മോഹം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ മോഹത്തെ നമ്മിൽ നിന്ന് ഒഴിവാക്കേണ്ടത് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് മനസ്സിലായോ? ഇതൊക്കെ കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ആദായകരമാണ്. കാരണം നാം ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി പോകുമ്പോ നമ്മൾ എന്താ കൊണ്ടുപോകുക? കാര്യമായിട്ടൊന്നും കൊണ്ടുപോകില്ല. എങ്കിൽ പിന്നെ ഉള്ളത് കൊണ്ടങ്ങ് തൃപ്തി കൊട്ടുകൂടെ? ഇന്ന് കാലത്ത് ആഹാരം കിട്ടി, ഇന്ന് ഉച്ചയ്ക്ക് ആരെങ്കിലും ആഹാരം ഒരുക്കി തരും. ഇതുവരെ നടത്തിയ ദൈവം നാളെയും നടത്തും. എന്തിനാ മോഹിക്കുന്നത്? മോഹിച്ചിട്ട് എന്താ കാര്യം? മോഹിച്ചിട്ട് കിട്ടാൻ പോകുന്നത് മോഹഭംഗമാണ്. കാരണം ആഗ്രഹിച്ചത് എപ്പോഴും നടന്നോളുന്നില്ലല്ലോ. അപ്പൊ നടക്കാതിരുന്നാൽ പിന്നെ എന്തായി? ഇച്ഛാഭംഗം, മോഹഭംഗം. അത് നമ്മെ നിരാശയിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിന്റെ താഴെയുള്ള വാക്യം വായിക്കും. ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. കണ്ടോ? എനിക്ക് ജീവൻ ഉണ്ടാകണം എന്ന് കരുതിയാണ് ദൈവം എനിക്ക് ന്യായപ്രമാണം തന്നത്. ആ ന്യായപ്രമാണം ഞാൻ അനുസരിച്ചിട്ടും ആ ന്യായപ്രമാണം എനിക്ക് എന്തായി തീർന്നു? മരണമായി തീർന്നു. അടുത്ത വാക്യം. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. നിയമം വിശുദ്ധം തന്നെ, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് ഈ പ്രലോഭകന്റെ വരവ്. പ്രലോഭകൻ എൻ്റെ അടുക്ക് വരും, എന്നിട്ട് ചോദിക്കും, ജോസേ, നീ ഒരു നല്ല പ്രാസംഗികനാ, പക്ഷെ എന്താ കാര്യം? നിന്റെ ശുശ്രൂഷയൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ എത്ര പേര് നിന്നെ അറിയും? ഞാൻ ചിലരുടെയൊക്കെ പേര് നിനക്ക് പറഞ്ഞു തരാം. നീ അവരൊക്കെ ജീവിക്കുന്ന ജീവിതം നോക്ക്. അവരൊന്നും നിന്നെ പോലെ ആത്മാർത്ഥത ഇല്ലാത്ത ആളുകളല്ല. അവരൊക്കെ തനിക്ക് വേണ്ടി ജീവിക്കുന്നവരാ. പക്ഷെ അവരുടെ ജീവിത സൗകര്യങ്ങളൊക്കെ നീ നോക്കിയേ, അവർക്കുള്ള ഫോളോവേഴ്സിന്റെ എണ്ണം ഒന്ന് നോക്കിയേ. വൈ ഡോണ്ട് യു ട്രൈ ടു ബി ലൈക്ക് ദം? ഒരു പ്രലോഭനാണ്. ഞാൻ പറയും, ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തൃപ്തനാ. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഞാൻ ഭാഗ്യവാനാ. ഞാൻ യേശു ക്രിസ്തുവിനേക്കാൾ ഭാഗ്യവാനാ. കാരണം ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിന് ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. താൻ പറയുന്നത് കേൾക്കാൻ കൂടെ നടന്നെങ്കിലും തൻ്റെ മരണത്തിൽ തന്നോട് സഹതപിക്കാൻ ഒരു കുഞ്ഞിനെയും കണ്ടില്ല. എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് കാണുമ്പോൾ ഞാൻ തിരിഞ്ഞു, ആരെയും കണ്ടില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്നോട് സഹതപിക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ അനാരോഗ്യത്തിൽ എത്രയോ പേര് ഇതിനോടകം തന്നെ എന്നെ വിളിച്ച്, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, അവരെങ്ങനെയൊക്കെയോ കേട്ടറിഞ്ഞ് അവർ വിളിച്ച്, അങ്ങ് ദൂരെ നിന്ന് പോലും പലരും വിളിച്ച്, പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് എന്നെ ഇന്നും ധൈര്യപ്പെടുത്തി. അപ്പം ഞാൻ യേശു ക്രിസ്തുവിനേക്കാൾ ആ നിലവാരത്തിൽ ഭാഗ്യവാനാണ്. വൈ ഷുഡ് ഐ വറി? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാൻ പോകരുത്. നാം എതിർത്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രലോഭകനെ ജയിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം.
ഇനി ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ഈ വലിയ വലിയ ആൾക്കൂട്ടത്തെ കൊണ്ട് നടക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ കേൾവിക്കാരെ വഞ്ചിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും. മതി. എന്താണ്? ഒന്നുകൂടെ വായിച്ചാൽ കഷ്ണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും. മതി. അപ്പൊ നീ എന്ത് ആഗ്രഹിച്ചാലും നിനക്കത് കിട്ടും. അല്ല പറഞ്ഞതിന്റെ അർത്ഥം ആണോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ആ തർജ്ജമ എന്താണെന്നൊന്നോ വായിച്ചോ. അത് എവിടെ കൊടുത്തിട്ടുണ്ട്? വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. എന്ന് വെച്ചാൽ നീ എന്താശ്വസിച്ചാലും ആശിച്ചാലും അത് കിട്ടും എന്ന് നീ വിശ്വസിച്ചാൽ നിനക്കത് കിട്ടും. കിട്ടുമോ? കിട്ടുമോ? പള്ളി പറഞ്ഞാൽ മതി. മനുഷ്യരെ ഈ തരത്തിൽ വഞ്ചിച്ചിട്ടുള്ള ലക്ഷക്കണക്കിനായ ആരാധകരുള്ള ഒരു സുവിശേഷകനാണ് പോൾ യോങ്കിച്ചോ. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് ഡേവിഡ് യോങ്കിച്ചോ എന്നാണ്. അദ്ദേഹത്തിന്റെ നാളത്തെ പേര് എന്തായിരിക്കുമെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ദൈവം അദ്ദേഹത്തോട് പറയുന്നതിന്റെ പേര് മാറ്റുന്നു. ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വിശ്വാസത്തിന്റെ അത്ഭുതരേഖ. നിങ്ങൾ ആരെങ്കിലും ആ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കോ? ഒരാൾ വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകം വർഷങ്ങളോളം നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതെടുത്ത് തീയിട്ടു. കാരണം അത് ദുരുപദേശ. ആശിക്കുന്നത് കിട്ടും എന്ന ഉറപ്പ് തരുന്നത് പിശാചാണ്, ദൈവമല്ല. ആ വാക്യം മുഴുവൻ വായിക്കാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒടങ്കൊല്ലി പ്രസംഗം പറഞ്ഞാൽ ഈ മന്ദബുദ്ധികളായ വിശ്വാസികൾ മുഴുവൻ എൻ്റെ പുറകെ പോകും. ആശിക്കുന്നത് മുഴുവൻ കിട്ടുമെന്ന് വിശ്വസിച്ച അത് മതിയില്ലേ പിന്നെ. അതുകൊണ്ട് അവർ പറയുന്നത്, നിനക്കൊരു കാറ് വേണമെന്നുണ്ടെങ്കിൽ നീ വെറും ഒരു കാറ് വേണമെന്ന് പറയരുത്, അതൊരു മെർസിഡീസ് കാറ് വേണമെന്ന് പറ, അത് പച്ച നിറമുള്ളതാകണമെന്ന് പറ, അത് എയർ കണ്ടീഷൻ ഉള്ളതാകണമെന്ന് പറ. എന്നിട്ട് ഏതാണ്ട് ദൈവത്തിന് ഒരു ഓർഡർ കൊടുക്കാൻ പറയും. നമ്മളൊക്കെ കടയിൽ ചെന്നിട്ട് പറയില്ലേ, 2 പരിപ്പോടി ഒരു ചായ എന്ന് പറയുന്ന പോലെ ദൈവത്തിന് ഓർഡർ കൊടുക്കാൻ പറയും. ദൈവത്തിന് ഓർഡർ കൊടുക്കാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ? നിങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നീ വാക്യം വായിക്കണം. ഏശയ്യ 45:11. ഈ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ്. നിങ്ങൾ ആ പുസ്തകം സ്ഥിരമായി വായിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വളരെ സൂക്ഷിച്ചോ. ഇസ്രായേലിന്റെ പരിശുദ്ധനും, കണ്ടോ, ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ. ഒന്നല്ല, ഞാൻ എത്ര പറഞ്ഞ 11. അതിന്റെ ബാക്കി അവസാന ഭാഗത്ത് അതിന്റെ 45:11 ഇവിടെ ഇട്ടിരിക്കുന്ന 13. ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പിൻ, എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തികളെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പിൻ. എന്നോട് എന്ത് ചെയ്യണം? കൽപ്പിക്കണം. അപ്പൊ നിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് നീ ദൈവത്തോട് യാചിക്കാനൊന്നും പാടില്ല. നീ എന്ത് ചെയ്യണം? യഹോവയ്ക്ക് ഓർഡർ കൊടുക്കണം. കാരണം അവൻ നിന്റെ ദാസനാണല്ലോ, നീ വില കൊടുത്തു വാങ്ങിയ അടിമയാണല്ലോ ദൈവം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗീവ് ഹിം ആൻ ഓർഡർ. ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. മറ്റൊരു ദുഷ്ടന്റെ പേരാ ഞാൻ ഈ പറഞ്ഞത്. അയാളുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, കീറുക, മണ്ണെണ്ണൊഴിക്കുക, തീ കൊടുക്കുക. അതിൻ്റെ ഒരു കഷ്ണം പോലും ബാക്കിയിടരുത്. ആക്രിക്കാർക്ക് വെറുതെ കൊടുക്കാമെന്ന് പോലും വിചാരിക്കരുത്. കാരണം ആക്രിക്കാരത് കൊണ്ടുപോയി എവിടെയെങ്കിലും വെക്കുമ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് വായിച്ച് നരത്തിപ്പോവും. അതുകൊണ്ട് അത് ആക്രിക്കാർക്ക് പോലും കൊടുക്കരുത്. ജസ്റ്റ് ബേൺ ഇറ്റ് ഡൗൺ. മനസ്സിലായോ? എന്താണ് ആ വാക്യം പഠിപ്പിക്കുന്നത്? അതിന് നിങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം ചേർത്തങ്ങ് വായിക്കും. വിശ്വാസം എന്നത്
പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. Praise the Lord. എന്താണ് ഈ കാണപ്പെടാത്തത്? എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ ഇല്ലാത്തത് എന്നല്ല എൻ്റെ അർത്ഥം. കാണപ്പെടാത്തത്, പ്രത്യാശിക്കാവുന്നത് ഒന്നേ ഉള്ളൂ, നിത്യജീവനാ. നിത്യജീവൻ കണ്ടിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ വചനം പഠിപ്പിക്കുന്ന എന്താണ്? നിങ്ങളുടെ കൺമുമ്പിൽ ഇല്ലാത്തതും അത് കിട്ടും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പൂർവികര് രക്ഷപ്പെട്ടതത്രേ. രണ്ടാമത്തെ വാക്യം, ഇത് മൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താ വാക്യത്തിന്റെ അർത്ഥം? എനിക്ക് നിത്യജീവൻ കിട്ടും, അതെന്റെ കൺമുമ്പിലില്ല, ഞാൻ കണ്ടിട്ടില്ല, അവിടെ പോയി മടങ്ങി വന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, ഞാൻ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഐക്യപ്പെട്ട് അവന്റെ പാതകളിൽ ഞാൻ നടക്കുകയാണെങ്കിൽ കണിശമായിട്ട് എനിക്കത് കിട്ടും. കാരണം എനിക്ക് മുമ്പേ അങ്ങനെ ജീവിച്ച ആളുകളെ ദൈവം നീതീകരിച്ചിട്ടുണ്ട്, എന്നെയും നീതീകരിക്കും. അപ്പൊ കാര്യം മനസ്സിലായോ? അതിന്റെ താഴെ പറയുന്ന ആരെ കുറിച്ചാണെന്നറിയോ? ആബേല്. അല്ല, എന്റെ താഴെ പറഞ്ഞിരിക്കുന്ന ആളുകൾ ആരൊക്കെയാ? ആദ്യം പറഞ്ഞത് ആരെ കുറിച്ചാണ്? വിശ്വാസം മൂലം ആബേൽ. ആബേല് എന്ത് ചെയ്തു? അവൻ തൻ്റെ പിതാവിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ, ആദാമിൽ നിന്ന് പഠിച്ചതുപോലെ അവൻ ദൈവത്തിന് യാഗം കഴിച്ചു. അപ്പൊ യാഗം കഴിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് അവൻ തന്നെ ഒന്ന് ശോധന ചെയ്തു, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും എന്നിലുണ്ടോ? അങ്ങനെ ശോധന ചെയ്തിട്ട് അവന് യാഗം കഴിച്ചു. അപ്പൊ ദൈവത്തിന് അവനെയും ഇഷ്ടായി, അവന്റെ യാഗവും ഇഷ്ടായി. അവനെയും ഇഷ്ടായി, അവന്റെ യാഗവും ഇഷ്ടായി. എന്നാൽ കയീൻ യാഗം കഴിച്ചു. അവൻ തന്നെത്താൻ ശോധന ചെയ്തോ? ഇല്ല. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെയാണ്? കയീനിലും കയീന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ കയീന്റെ യാഗം പ്രസാദിക്കാൻ കാരണം ആബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ കാരണം അവൻ ആടിനെ ബലിയഴിച്ചത് കൊണ്ടാണോ? അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന മഠയന്മാരുണ്ട് ഈ ഭൂമിയില്, പാസ്റ്റർമാരുണ്ട് ഈ ഭൂമിയില്. കാരണം രക്തം ഉള്ള ബലി അത്ര ദൈവം സ്വീകരിക്കുള്ളൂ. ആണോ? സങ്കീർത്തന പുസ്തകം എടുക്ക്. അബദ്ധങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ദൈവത്തിന് നിന്റെ ഇറച്ചിയും വേണ്ട, ചോരയും വേണ്ട. ദൈവത്തിന് വേണ്ടത് നന്ദിയാണ്. അവിടുന്ന് നമുക്ക് കാലാകാലങ്ങളിൽ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. അതാണ് നമുക്ക് വേണ്ടുന്ന, ദൈവത്തിന് വേണ്ടുന്ന യാഗം. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 13 വായിക്കുക. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, ആടുകളുടെ രക്തം കുടിക്കുമോ? കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. ഇപ്പൊ കാളകളുടെ മാംസം അർപ്പിച്ച ദൈവം ഇഷ്ടപ്പെടുമോ? രക്തമുള്ളത് അർപ്പിച്ച ദൈവം ഇഷ്ടപ്പെടുമോ? ഇല്ല. ദൈവത്തിന് വേണ്ടത് നന്ദിയാണ്. ആബേല് ആടിനെ വളർത്തുന്നവനായിരുന്നു. അപ്പൊ അവന്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ കൊടുത്തു. ദൈവം പ്രസാദിച്ചു. കാരണം അവൻ തന്നെ ശോധന ചെയ്തിട്ടാണ് യാഗം അർപ്പിച്ചത്. കയീനോ, അവൻ കൃഷിക്കാരനായിരുന്നു. അവന്റെ കൃഷിയിടങ്ങളിൽ നിന്ന് അവന് കിട്ടിയത് അവൻ അർപ്പിച്ചു. അത് ശരിയുമാണ്. അവൻ നന്ദിയായിട്ട് ദൈവത്തിന് കൊടുക്കുന്നത് എന്താണ്? അവന് ദൈവം ദാനമായി നൽകിയ കൃഷിയുടെ ഫലവും അത് കൊടുത്തു. അത് ദൈവം സ്വീകരിക്കും. പക്ഷെ കയീൻ ദൈവത്തിന് സ്വീകാര്യൻ ആയിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ എന്തായിരുന്നു കയീന്റെ പ്രശ്നം എന്ന് നമ്മളവിടെ കാണും. മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം ഗ്ലോറി ജീസസ് 5-ാം അധ്യായം
23-ാമത്തെ വാക്യം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയ സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നമ്മൾ ഇന്നിപ്പോ ഈ യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊക്കെ ചെയ്തിട്ട് തന്നെയാണോ? ആണോ? നിങ്ങൾക്ക് ആരോടെങ്കിലും അയാൾ നിങ്ങളോട് ചെയ്ത തെറ്റിനെ പ്രതി നിങ്ങൾക്ക് ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്, അവനോടൊരു വെറുപ്പുണ്ട്, ഒരു വിദ്വേഷമുണ്ട്, ഒരു ചേർച്ചക്കുറവുണ്ട്. പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളെ കാണിക്കാൻ പള്ളിയിൽ പോവുകയും വേണമല്ലോ. അങ്ങനെ ആരാധിക്കുകയാണെങ്കിൽ ഈ ആരാധന നിന്നെ നരകത്തെ കൊണ്ടെത്തിക്കും. കാരണം നിന്റെ ബലി ദൈവം സ്വീകരിക്കില്ല. അപ്പൊ ബലി സ്വീകരിക്കപ്പെടണമെങ്കിൽ ബലിവസ്തു എന്താണെന്ന് ആർത്തിയോടെ ഈ യാഗപീഠത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തീറ്റപ്പണ്ടാറല്ല ദൈവം. ഹി ഈസ് ദ ഹോളിയസ്റ്റ് ഓഫ് ഹോളി. അവൻ നോക്കുന്നത് ആരാണ് യാഗം അർപ്പിക്കുന്നതെന്ന്. നിനക്ക് കൊടുക്കാൻ ഒരു വാക്കേ ഉള്ളൂ. യഹോവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ഞാൻ പാപത്തിലാ ജനിച്ചത്, ഞാൻ വളർന്നത് പാപത്തിലാ, എന്നിട്ടും എന്നെ വീണ്ടെടുക്കാൻ മാത്രം നിനക്ക് എന്നോട് ദയ തോന്നിയല്ലോ. നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ മെഴുതിരിയില്ല, കുന്തിരിക്കല്ല, 8 നിലയിൽ പൊട്ടുന്ന അമുട്ടുമില്ല. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തരുന്നു. താങ്ക് യു ലോർഡ്. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അത്രയേ വേണ്ടു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചത്, കൃതജ്ഞത എന്ന് വെച്ചാൽ നന്ദി ആയിരിക്കട്ടെ നീ കർത്താവിന് അർപ്പിക്കുന്ന ബലി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മുന്നോട്ട് പോവാം. സ്തോത്രം, ഗ്ലോറി ജീസസ്. ഇനി നമ്മളിപ്പോൾ ആബേലിനെ കുറിച്ച് കണ്ടു. ആബേല് അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി. അവൻ ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ ജീവിച്ചപ്പോൾ, അവൻ ലോകത്തിൻ്റെതല്ലാതെ ജീവിച്ചപ്പോൾ ലോകം അവനെ കൊന്നുകളഞ്ഞു. തന്നെ തോമസ് നേരത്തെ പറഞ്ഞത് ഒരു വചനം നമ്മൾ യോഹന്നാൻ 7:7 നമ്മൾ വായിച്ചിരുന്നു അല്ലേ? നമ്മളിൽ ആരെങ്കിലും ലോകത്തിൻ്റെതായി ജീവിക്കുകയാണെങ്കിൽ ലോകത്തിന് നമ്മെ വെറുക്കാൻ കഴിയില്ല, കാരണം നാം ലോകത്തിൻ്റെ ആണല്ലോ. പക്ഷെ ലോകത്തിന്റെ പ്രവൃത്തി തെറ്റാണെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് അതെന്നെ വെറുക്കും, അതെന്നെ കൊല്ലാൻ നോക്കും. എന്ന് വെച്ച് നമ്മൾ ആരുടെ പ്രീതി പിടിച്ചു പറ്റണം? ലോകത്തിന്റെ പ്രീതിക്ക് വേണ്ടി യത്നിക്കണോ അതോ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി യത്നിക്കണോ? ദ ചോയ്സ് ഈസ് യുവേഴ്സ്. അത് നിങ്ങളുടെ കയ്യിൽ വെച്ച് തരികയാണ് ദൈവം. ഇനി അതിന്റെ താഴെ നമ്മൾ കണ്ടു, എല്ലാരെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ മാർഗമില്ല. ഹാനോക്ക്. ഹാനോക്ക് നമ്മളെ പോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. 60 കൊല്ലം 65 കൊല്ലം ഹാനോക്ക് എന്നെ പോലെ നിങ്ങളെ പോലെയൊക്കെ ജീവിച്ച ഒരുത്തനാ. പക്ഷെ അവന് 65-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ഉണ്ടായി. അപ്പൊ അവൻ ദൈവത്തോട് ചോദിച്ചു, ഈ കുട്ടിക്ക് ഞാൻ എന്താ പേരിടണ്ടേ? നമ്മളും ഹാനോക്കും തമ്മിലോട്ടൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ കുട്ടിക്ക് ഇടാനുള്ള പേര് അന്വേഷിച്ചു വയ്ക്കും. അപ്പൻ്റെ പേരിൻ്റെ എല്ലാ അക്ഷരങ്ങളും അമ്മയുടെ പേരിൻ്റെ എല്ലാ അക്ഷരങ്ങളും ഒരു പാട്ടയിൽ ഇട്ട് കുലുക്കി കിട്ടുന്നതനുസരിച്ച് ഒരു പേര് മാനുഫാക്ചർ ചെയ്യും. അങ്ങനെ മാനുഫാക്ചർ ചെയ്തിട്ട് ഒരു മാതാപിതാക്കൾ അവരുടെ കുട്ടിക്ക് പേരിട്ടു ഷെറ്റി. ആ കുട്ടി 5 വയസ്സ് പ്രായമായപ്പോൾ ഞാൻ യാദൃച്ഛികമായിട്ട് ആ കുടുംബത്തിൽ ചെന്നു. അവര് വളരെ പ്രേമപൂർവ്വം ഷിറ്റി എന്ന് വിളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് മോളുടെ പേരാന്ന് ചോദിച്ചാൽ അതെ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഇല്ല. ഞാൻ പറഞ്ഞു, ഷിറ്റ് എന്ന് പറഞ്ഞ തീട്ടെന്ന അർത്ഥം. ഈ കുട്ടി സ്കൂളിൽ പോണതിന് മുമ്പ് ആ പേര് മാറ്റിക്കോ, അതല്ലെങ്കിൽ ഈ കുട്ടീനെ ആളുകൾ പരിഹസിച്ചു കൊല്ലും. മനസ്സിലായോ? പേരിടുമ്പോഴേ വിശുദ്ധന്മാരുടെ ആയിരക്കണക്കിന് പേര് ഇതിനകത്ത് എടുക്കുന്നുണ്ട്. ദൈവത്തിനു വേണ്ടി ജീവിച്ചവരുടെ പേരുകൾ.
ചൂസ് വൺ ഓഫ് ദം. അതൊരു അനുഗ്രഹ. മനസ്സിലായോ? കുറെ അർത്ഥമില്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഈ മെനകെട്ട പേരുകൾ പിള്ളേർക്ക് ഇടുന്നുണ്ടല്ലോ. അവരുടെ ജീവിതം പോലും നിങ്ങൾ കൊഞ്ഞാട്ടയാക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇവൻ ചെന്ന് ദൈവത്തോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞിന് ഞാൻ എന്താ പേരിടണ്ടേ? യഹോവ അവനോട് പറഞ്ഞു, മെഥൂശലേഹ്. ഇവൻ മരിക്കുമ്പോൾ പ്രളയം ആണ് അതിൻ്റെ അർത്ഥം. ഈ മെഥൂശലേഹ് എന്ന് മരിക്കുന്നുവോ അന്ന് ഞാൻ ഈ ലോകത്തെ പ്രളയം കൊണ്ട് മുടിക്കും. ഇത് കേട്ടപ്പോൾ ഹേനോക്ക് വിറച്ചു. പിന്നീടുള്ള 300 കൊല്ലം അവൻ ദൈവത്തോടു കൂടെ നടന്നു. ഒരൊറ്റ മുന്നറിയിപ്പ് ഹേനോക്കിന് വേണ്ടി ഒന്നുള്ളൂ, അവൻ ദൈവത്തിൻ്റെതായി. നമുക്ക് എല്ലാ ഞായറാഴ്ചയും മുന്നറിയിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഗുണപ്പെടാൻ തയ്യാറല്ല. എന്താ കാരണം? ചേമ്പിന്റെ ഇലയിൽ വെള്ളം വീണമാതിരി ഇതൊക്കെ കേട്ടത് അങ്ങോട്ട് ഒഴുകിപ്പോവും. അതിനെക്കുറിച്ചും ബൈബിള് പറയുന്നുണ്ട്, കേട്ടതിൽ നിന്ന് ഒഴുകി പോകരുത്, അത് മുറുകെ പിടിക്കണം. ഞാൻ എൻ്റെ താഴെ ഒരാളെ കൂടെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നോഹ. അന്ന് വരെ മഴ പെയ്തിട്ടേ ഇല്ല ഭൂമിയിൽ. അപ്പൊ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരെങ്കിലും വിശ്വസിക്കുവോ? പക്ഷെ നോഹ വിശ്വസിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? വർഷങ്ങളോളം പണിയെടുത്ത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു പെട്ടകം തീർത്തു. എന്തുമാത്രം നാണക്കേട് ദൈവം മൂലം നോഹ അനുഭവിച്ചിട്ടുണ്ടാവും എന്നറിയാമോ? പടുകിഴവൻ ഈ വയസ്സാം കാലത്ത് ഓരോ തോന്നൽ വരുന്നതാ. ആളുകൾ പറഞ്ഞു കാണും നോഹയുടെ മക്കളോട്, ഡാ നിന്റെ അപ്പന് ചിഹ്നന്റെ അസുഖ, പ്രായന്റെ അസുഖം, നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലടാ, നിങ്ങൾക്കൊക്കെ വകതിരിവ് വേണ്ടേ, മഴ പെയ്യേ. അങ്ങനെ ഒരു സംഭവം നമ്മുടെ പ്രായമുള്ള ആരെങ്കിലും കണ്ടതായിട്ടോ കേട്ടതായിട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടുന്നാണ്ടാ നിങ്ങൾ ഓരോന്നൊക്കെ കൊണ്ടുവരുന്നേ? പക്ഷേ നോഹയുടെ മക്കൾ പറഞ്ഞു, ദൈവം എൻ്റെ അപ്പനോട് പറഞ്ഞതാ, ഞങ്ങളും അത് വിശ്വസിക്കുന്നു, നിങ്ങൾ കളിയായിക്കോ. പക്ഷെ കളിയാക്കിയവരൊക്കെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ മുങ്ങിച്ചത്തു എന്നുള്ളത് സത്യം. ഒരാളെ കൂടി എടുക്കാം, അബ്രഹാം. ഈ അബ്രഹാമിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൂടെ ഒരു വിറ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് നിത്യജീവൻ കിട്ടും എന്ന് നല്ല ഉറപ്പുള്ള ഒരാളാണ്. പക്ഷെ അബ്രഹാമിൻ്റെ ജീവിതവുമായിട്ട് എൻ്റെ ജീവിതം ഞാൻ തുലനം ചെയ്യുമ്പോൾ അബ്രഹാമിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല. എന്താ സംഭവം എന്നറിയാമോ? എല്ലാ വചനവും നമുക്ക് വായിക്കാൻ നേരില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോകണം. ഒരിക്കൽ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ലോത്ത് ഒരുമിച്ച് താമസിക്കുകയാണ്. അവർക്ക് 2 പേർക്ക് ഇഷ്ടംപോലെ കന്നാലികളൊക്കെ ഉണ്ട്, സമ്പത്ത് അതാണല്ലോ അന്നത്തെ. അപ്പൊ ഒരു ദിവസം ലോത്തിന്റെ വേലക്കാരും അബ്രഹാമിന്റെ വേലക്കാരും തമ്മിൽ ഒരു പിണക്കുണ്ടായി, ഒരു വഴക്കുണ്ടായി. ഇത് അബ്രഹാം അറിഞ്ഞു. അപ്പൊ അബ്രഹാം പറഞ്ഞു, ലോത്തെ, നമ്മൾ വന്നു പാർക്കുന്ന ജാതികളുടെ ഇടയല്ല, നമുക്കിവിടെ സ്വന്തമായിട്ട് ഭൂമിയൊന്നുമില്ല. പക്ഷെ നീയും ഞാനും ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര് നാറ്റാതിരിക്കാൻ നമുക്ക് 2 വഴിയായിട്ട് പിരിയാം. നീ തെക്കോട്ടാണോ, ഞാൻ വടക്കോട്ട്. നീ പടിഞ്ഞാട്ടാണോ, ഞാൻ കിഴക്കോട്ട്. അങ്ങനെ നമ്മൾ മുഖാന്തരം ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടരുത്. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഭാഗം നീ തിരഞ്ഞെടുത്തോ. ലോത്ത് ഒരു തനി പോത്തായിരുന്നത് കൊണ്ട് അവൻ പച്ചപ്പും വെള്ളമുള്ള ഭാഗം അവൻ തിരഞ്ഞെടുത്തു. തൻ്റെ ചാർച്ചക്കാരനായ അബ്രാഹാമിനും ആടുകളുണ്ട്, മാടുകളുണ്ട്, അവനും പുല്ലും വേണം, വെള്ളം വേണം എന്നൊക്കെ ആ കഴുതയ്ക്ക് ചിന്തിക്കാമായിരുന്നു. ബട്ട് ഹി ഡിഡ്ന്റ്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? പുല്ലും വെള്ളമുള്ള നല്ല ഭാഗം മുഴുവൻ ലോത്തെടുത്തു. പറഞ്ഞ വാക്കല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റൂ. അബ്രഹാമിന്റെ ഊഴത്തിൽ മലഞ്ചെരിവുകൾ മാത്രം. ആടുകൾക്ക് ഇനി എന്ത് കൊടുക്കും? അബ്രഹാം വിഷണ്ണനായി
തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കണം. എൻ്റെ ഭാവനയിൽ ഞാൻ കണ്ടത് അബ്രഹാം ഇങ്ങനെ കാല് നിലത്ത് കുത്തി, ഊരച്ചന്തി നിലത്ത് കുത്തി, മുട്ടുകാലുകൾക്കിടയിൽ കാല് തിരികി ഇങ്ങനെ ഇരിക്കുന്നു, വിഷണ്ണനായിട്ടിരിക്കുന്നു. ദൈവം അബ്രഹാമിൻ്റെ അടുത്തെത്തി. എൻ്റെ അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ വിഷമായില്ലേ? മൊത്തം സാധന കാലമാടടിച്ചു മാറ്റിയില്ലേ? ആടിന് കൊടുക്കാൻ പുല്ലും വെള്ളം ഇല്ലാണ്ടായില്ലേ? പേടിക്കണ്ട കേട്ടോ, ഞാനാണ് ദൈവം, ഞാൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നീ കണ്ണുയർത്തി ഒന്ന് നോക്ക്. നിന്റെ കണ്ണ് എവിടെല്ലാം പതിയുന്നുവോ അത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. ദൈവം കാത്തു നിന്നു. അബ്രഹാം കണ്ണുയർത്തി തനിക്ക് അവകാശമാക്കാൻ പോകുന്ന സ്ഥലത്തെ നോക്കുന്നത്. അബ്രഹാം അനങ്ങിയില്ല, മുഖം ഉയർത്തിയില്ല, ഒന്നും നോക്കിയില്ല, ഒന്നും അവകാശമാക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാം എഴുന്നേൽക്ക്, അങ്ങനെ മുഷിഞ്ഞിരിക്കല്ലേ, എഴുന്നേറ്റിട്ട് നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഓട്. നിന്റെ കാല് പതിയുന്ന സ്ഥലം മുഴുവൻ ഞാൻ നിനക്ക് തരാം. അബ്രഹാം അനങ്ങിയില്ല. അപ്പൊ ദൈവം ചോദിച്ചു, പിന്നെ എന്താ നിനക്ക് വേണ്ടേ? 11-ാം അധ്യായം എൻ്റെ 10-ാമത്തെ വാക്യം. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും തരണ്ട. നീ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്ന നീക്കം വരാത്ത ഒരു ഭവനം ഉണ്ടല്ലോ, നീ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി പണിയുന്ന നിത്യത, സ്വർഗം, അതിലെനിക്കൊരിടം തന്നാ മതി. ഈ മനുഷ്യന്റെ കാഴ്ചപ്പാട് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? വെറുതെ എന്തിനാ നുണ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വിശ്വാസവും അബ്രഹാമിന്റെ വിശ്വാസവും ദൈവം തുലനം ചെയ്യുമ്പോൾ അബ്രഹാം സത്യമായി ദൈവത്തിന്റെ മടിയിലിരിക്കും, ഞാനോ എനിക്കിപ്പോഴും വേണ്ട എന്താണ്? ഒരു ആരോഗ്യം നന്നായി ഉണ്ടെങ്കിൽ 10-20 കൊല്ലം കൂടി ഇവിടെ കഴിഞ്ഞുകൂടായിരുന്നു. എനിക്കിപ്പോ വീട്ടില് ചാപ്പാടുണ്ടാക്കി തരാൻ കെട്ടിയോളൊന്നുമില്ല. ആളുകൾ ഇങ്ങനെ നേരത്തിന് ഓരോന്നുണ്ടാക്കി കൊണ്ടുവന്ന് തരണമെങ്കിൽ എത്ര നന്നായിരുന്നു. മനസ്സ് മുഴുവൻ കിടക്കുന്ന എവിടെയാ? ഈ ഭൂമിയിൽ. പ്രത്യാശ മുഴുവൻ എവിടെയാ? ഇവിടെ. അന്ധകാലത്ത് യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിന്റെ 3000 കൊല്ലം മുമ്പ് ജീവിച്ച അബ്രഹാം പറയണ്, എനിക്ക് ഭൂമിയൊന്നും വേണ്ട. പക്ഷെ ആളുകള് ഇന്ന് വിശ്വാസികളെ പാടി പഠിപ്പിക്കുകയാണ്, കാൽമതിക്കും ദേശമെല്ലാം കർത്തർക്ക് സ്വന്തമാകും. ഇത് അബ്രഹാം എന്നെ തള്ളിക്കളഞ്ഞതാ, വേണ്ടാന്ന്. പക്ഷെ നമ്മളിപ്പോ എന്താണ് പാടാൻ പഠിപ്പിക്കുന്നത്? കണ്ടോ വിശ്വാസം പോണ പോക്ക്? കണ്ടോ? ആ പാട്ട് മേലിൽ ഈ സഭയിൽ പാടരുത്. ഞാൻ ചത്തു, പക്ഷെ ആ പാട്ട് നിങ്ങൾ പാടണ്ട. വേറൊരു പാട്ട് പറഞ്ഞുതരാം. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ. അങ്ങനെ ആരാധിച്ചിട്ട് ഒരു സൗഖ്യം വിടുതൽ നമുക്ക് വേണ്ട. ദൈവം തരാൻ ആഗ്രഹിക്കണ്ടേ ദൈവം തന്നോളൂ. നീ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം നിനക്ക് തന്ന നന്മകളെ പ്രതിയല്ല, നീ മനുഷ്യനും അവിടുന്ന് ദൈവമായതുകൊണ്ട്. മനസ്സിലായോ? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായിട്ട് നിൽക്കരുത്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ജീവിക്കാൻ പഠിക്കുക. 1000 ചില്ലാനം പാട്ടുകൾ നമ്മുടെ പുസ്തകങ്ങളിലുണ്ട്. എത്ര എണ്ണം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? ഒരുപാടെണ്ണം ഒഴിവാക്കി. എന്നാലും ഉണ്ട് കുറെയൊക്കെ. ആരെങ്കിലും തെറ്റ് കാണുമ്പോൾ ഒന്ന് സൂചിപ്പിച്ച് തന്നോളോ, ഞാൻ അത് നീക്കി കളയാം. നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട.
നിങ്ങൾക്കറിയാമോ, ഈ മൊത്തം ലോകം വാഗ്ദത്തം ചെയ്ത അബ്രഹാമിന് ദൈവത്തിൽ നിന്ന് എന്താണ് കിട്ടിയതെന്ന് കണ്ടിട്ടുണ്ടോ? അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം എടുക്ക്. പരിശുദ്ധാത്മാവ് നുണ പറയില്ലല്ലോ. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം. ഗ്ലോറി ജീസസ്. 7-ാം അധ്യായം 5-ാം വാക്യം. 4-ഉം 5-ഉം വായിച്ചോ, അല്ലെങ്കിൽ ആരെ കുറിച്ചാ പറയണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവൻ കൽദായ ദേശത്തു നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി. പിതാവിന്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. എങ്കിലും അവിടുന്ന് അവന് ഒരവകാശവും ഒരടി സ്ഥലം പോലും കൊടുത്തില്ല. നോക്കിയത് മുഴുവൻ കൊടുക്കാന്നാ പറഞ്ഞ്, ഓടിച്ചാടി കാല് പതിഞ്ഞത് മുഴുവൻ കൊടുക്കാന്നാ പറഞ്ഞ്. അബ്രാഹാം സ്വന്താക്കിയോ? ഇല്ല. അവൻ പറഞ്ഞു, വേണ്ട, ഇവിടെ ഒന്നും വേണ്ട, എനിക്ക് അവിടെ ഒരു വാസസ്ഥലം നീ ഒരുക്കുന്നുണ്ടല്ലോ, അത് മതി. 5000 കൊല്ലം മുമ്പ് ഒരു മനുഷ്യന് അത് ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അവന്റെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയല്ലേ പ്രിയപ്പെട്ടവർ നിന്റെ ഉള്ളിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഭാഗം വിടാം, അല്ലെങ്കിൽ നമ്മളിന്ന് എബ്രായ ലേഖനത്തിൽ തന്നെ നോക്കും. ഗ്ലോറി ജീസസ്. അപ്പൊ പൂർവന്മാരുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഇനി ഈ വിശ്വാസികളുടെ സമൂഹം എങ്ങനെയാണ് ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നത്? വഞ്ചിക്കപ്പെടുന്നതിന്റെ കാരണം അവർ ദൈവവചനം പഠിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. അതിന്റെ 31 മുതൽ 31 വരെ വായിക്കും. വേറൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശം. അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശ പറവകൾ വന്ന് അതിന്റെ ശിഖരങ്ങളിൽ ചേക്കാറാൻ തക്കവിധം മരമായി തീരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഏറ്റവും അധികം ഉപമകളുള്ള ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. പക്ഷെ മത്തായിയുടെ സുവിശേഷത്തിലെ ഉപമകളെ ശരിയായ രീതിയിൽ പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ കൊന്നുകളയും. ഇവിടെ ദൈവരാജ്യത്തെ ഉപമിച്ചത് കടുകുമണിയോടാ. ദൈവരാജ്യം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. നിങ്ങൾ ക്രിസ്തുവിലായാൽ നിങ്ങൾ എവിടെയായി? നിങ്ങൾ ദൈവരാജ്യത്തിലായി. സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചത് യേശു ക്രിസ്തു വരാറായി എന്നല്ല, ദൈവരാജ്യം സമീപിച്ചു. എന്താണ് ദൈവരാജ്യം? സാക്ഷാൽ ക്രിസ്തുവാണ് ദൈവരാജ്യം. കാക്കാശിന് വിലയില്ലാത്തൊരു സാധനം. ആർക്കെങ്കിലും വിലയുണ്ടോ? നമ്മളിൽ ചിലർക്ക് പോലും വിലയില്ല. എന്നിട്ട് വേണ്ടെങ്കിൽ ഇപ്പൊ ലോകത്തിന്. നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് ഒരു കടുകുമണി മേടിക്കുക, എന്നിട്ട് ചോദിക്കുക എത്ര ശരൻ്റെ ഏട്ടാന്ന് ചോദിക്കുക. അപ്പൊ ആ കടക്കാരൻ പറയും, ഈ ഒരു മണി കടുകിന് ഇങ്ങനെ കാശ് മേടിക്കുക, അത് ചേട്ടൻ കൊണ്ടുപോകുമെന്ന് പറയും. ഇറ്റ് ഈസ് ഫ്രീ. ഇപ്പോ കടുക് അങ്ങനെ കിട്ടുമെന്നറിയില്ല. കാരണം കടുകൊക്കെ വരുന്ന 50 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും പാക്കറ്റില്ല. അതൊന്നൊരാൾ പൊട്ടിച്ചൊരു കടുകുമണി തരില്ലല്ലോ. അത്രയ്ക്കും നിസ്സാരനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു സർക്കാർ ഹോസ്പിറ്റലിന്റെ തിണ്ണേമ പോലും ജനിക്കാനുള്ള ഭാഗ്യം നമ്മുടെ കർത്താവിനുണ്ടായില്ല. അതുകൊണ്ട് കന്നുകാലികൾക്ക് പുല്ല് കൊടുക്കുന്ന ഒരു തൊട്ടിയിലാണത്രേ പഴംതുണിയിൽ പൊതിഞ്ഞ് മറിയം തന്റെ കുഞ്ഞിനെ കിടത്തിയത്. കടുകുമണി. ഈ പ്രപഞ്ചം എന്ന ചേറ്റുകണ്ടത്തിൽ പിതാവ് ആ കടുകുമണി നട്ടു. അത് നിലത്ത് വീണ അഴിഞ്ഞു. അതൊരു നാമ്പായി, അതൊരു ചെടിയായി വളർന്ന് വലുതായി നിൽക്കുകയാണ്. മനുഷ്യനറിയാവുന്ന എല്ലാ വൻകരകളിലും അനേകം പാപികൾ ആ വൻമരത്തിലേക്ക് ചേക്കേറി കഴിഞ്ഞു, ഇൻക്ലൂഡിങ് മൈസെൽഫ്.
ഞാൻ ആ വൻമരത്തിൽ ചേക്കേറിയ ഒരാകാശ പറവയായി തീർന്നു എൻ്റെ ദൈവത്താൽ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. വല്ലതും തലയിലേക്ക് കയറിയോ? വല്ലതും കയറിയോ തലയിലേക്ക്? അപ്പൊ ഇനിയും 10,000-കണക്കിന് ആകാശപ്പറവുകൾ ചേക്കേറുകയാണെങ്കിൽ അതിനൊക്കെ ഇടം നൽകാൻ വലിയ വൃക്ഷമാണ് യേശു. ഞാൻ അതിൻ്റെ താഴെ വേറൊരു ഉപമയുണ്ട്. മറ്റൊരു ഉപമ അവൻ അവരോട് അരുളി ചെയ്തു. 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. വലിയൊരളവ്, 3-4 ഇടങ്ങഴി മാവ്, അത് പുളിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീ ചേർത്ത അല്പം പുളിയുമാവാണ് അത്ര ദൈവരാജ്യം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, പുളിമാവ് എന്ന് പറയുന്നത് ദുരുപദേശമാണെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ ഒരല്പം പുളിമാവ് ഉള്ളിൽ ചേർത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സെൽഫ് ഗോൾ അടിച്ച് ദൈവരാജ്യത്തുനിന്ന് പുറത്തു കൊടുക്കും. അപ്പൊ 2 വാക്യങ്ങളിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കയറാനുള്ള മാർഗം പറഞ്ഞപ്പോ അതിന്റെ തൊട്ട് താഴെ പറഞ്ഞ പുളിച്ചമാവിന്റെ ഉപമ നിങ്ങൾ എന്താക്കും? ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തു കടന്നു. ഇതിന് പറയുന്ന പേരാണ് പാരഡോക്സ്. ഒന്ന് മറ്റൊന്നിന് വിപരീതം. അപ്പൊ മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് പുളിമാവാകണോ കടുകുമണിയാവണോ? അത് നിങ്ങൾ തീരുമാനിക്കണം. പുളിച്ച മാവ് ദുരുപദേശമാണ്. അല്പം ദുരുപദേശം അകത്ത് കയറിയാൽ എല്ലാം പുളിക്കും. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നിന്ന് ബിന്ദുവുമായി സംസാരിച്ചു. ഇവിടെ ഇരിക്കുന്ന നിതിൻ്റെ നവീൻ്റെ ഒക്കെ അമ്മ. അപ്പൊ സംസാരിച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞു, ഷെൽഡിനും കുടുംബവും ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന വഴിക്ക് അവരുടെ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചു. നിർഭാഗ്യവശാൽ അവർ ഫോൺ ചെയ്തപ്പോൾ അവർ കുറെ അധികം മുന്നോട്ട് ഇങ്ങോട്ട് പോന്നിരുന്നു. അതുകൊണ്ട് അവർ പോയി കണ്ടില്ല. പക്ഷേ ഷെൽഡിൻ്റെ ഭാര്യ ജൂലി വണ്ടിയിലിരുന്നുകൊണ്ട് ബിന്ദുവിനോട് ടെലിഫോണിൽ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ജോസേട്ടനിൽ നിന്ന് കേൾക്കുന്ന ഒന്നും സുവിശേഷമല്ല, അതൊന്നും നിങ്ങളെ നിത്യജീവനിൽ കൊണ്ടെത്തിക്കില്ല. ഞാൻ നിങ്ങളോട് യഥാർത്ഥ സുവിശേഷം പറയാം, അത് നിങ്ങളെ നിത്യജീവനിലെത്തിക്കും. അപ്പോൾ ബിന്ദു പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞിട്ടില്ലാത്തതും ഞാൻ കേട്ടിട്ടില്ലാത്തതുമായ സുവിശേഷം എന്നെ നിത്യജീവനിലെത്തിക്കും. പക്ഷെ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ. അതുകൊണ്ട് ജൂലി ഒരു പണി, പറയാനുള്ള സുവിശേഷം ഇവിടെ ജോസേട്ടനോടൊന്ന് ചെന്ന് പറ. അപ്പൊ ജോസേട്ടന് രക്ഷപ്പെടും, ജോസേട്ടൻ മുഖാന്തരം ഒരുപാട് പേര് രക്ഷപ്പെടുമല്ലോ. അപ്പൊ ഷെൽഡിന്റെ ഭാര്യ ജൂലി പറഞ്ഞു, ജോസേട്ടനോട് ഇത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പോ ബിന്ദു പറഞ്ഞു, എന്നാ ഫോൺ വെച്ചു, എനിക്ക് കേൾക്കണ്ട. അപ്പൊ ജൂലി പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അവള് പറഞ്ഞു, ഞാൻ ഷീബോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഷീബ ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ റോസ്മോളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, റോസ്മോൾ ഇത് കേട്ടിട്ടുണ്ട്. വേറെ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ കേട്ടിട്ടുണ്ട്. നീ ഒരുത്തി മാത്രമാണ് കേൾക്കണ്ടെന്ന് പറഞ്ഞത്, സുവിശേഷം കേൾക്കണ്ടാത്ത ജന്തു. നിങ്ങൾ അവരുടെ സുവിശേഷം കേട്ടിട്ടുണ്ടോ? വരടിയത്തെ ആന്റണി ചേട്ടനെ നിങ്ങൾ പരിചയമുണ്ടോ? കൈയൊന്ന് പൊക്കാമോ? ഈ വരടിയത്തെ ആന്റണി ചേട്ടൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജോസേട്ടാ, ഷെൽഡിനും ഭാര്യയും കൂടെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയുടെയും മകളുടെയും വിശ്വാസം കാറ്റിൽ പറത്തി. അവരിപ്പോ സഭയിൽ വരില്ല, അവർ കർത്തൃമേശ എടുക്കില്ല, സ്നാനമേറ്റ് തെറ്റായി പോയി എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നതും എൻ്റെ ഭാര്യയും മകളും വിശ്വസിക്കുന്നതും. ജോസേട്ടൻ അവരെ ഒന്ന് തിരുത്തുവോ? ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ എൻ്റെ ചുമതലയിലുള്ള ആട്ടിൻ പറ്റല്ല, അതുകൊണ്ട് നിങ്ങളെ തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. നിങ്ങൾക്കൊരു മൂപ്പനുണ്ടല്ലോ, ആ മൂപ്പനോട് പറ എന്നെ ഒഴിവാക്ക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ടീച്ചറുടെ ഫോൺ എനിക്ക് വന്നു, ലിസി ടീച്ചറുടെ ഫോൺ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ജോസേട്ടനെ ഒന്ന് കാണുന്നുണ്ട്,
ഞാൻ മനസ്സിലാക്കിയ പുതിയ കുറെ സുവിശേഷം ജോസേട്ടനെ ഒന്ന് കേൾപ്പിക്കണം എന്നുണ്ട്. ഞാൻ പറഞ്ഞു, ടീച്ചർ മെനക്കെടണ്ട, ടീച്ചർ ആ സുവിശേഷം കയ്യെ വെച്ചാൽ മതി. ഈ പ്രസംഗം റെക്കോർഡ് ചെയ്തു പോകുന്നത് കൊണ്ടും ഇത് ദൈവത്തിൻ്റെ സാക്ഷ്യമായതുകൊണ്ടും ഞാൻ പറയണം, വരടിയത്തുള്ള ആന്റണി ചേട്ടൻ ഈ സഭയിൽ വന്നപ്പോൾ കുടുംബസമേതം വിശ്വാസത്തിലായിരുന്നില്ല. അദ്ദേഹം ഏകനായിട്ടാണ് വിശ്വാസത്തിൽ വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ജോസേട്ടൻ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരൂ. എൻ്റെ ഭാര്യ ഒന്നും ഈ സുവിശേഷത്തോട് താല്പര്യം കാണിക്കുന്നില്ല. അവളൊരു കത്തോലിക്ക സ്കൂളിലെ ടീച്ചറാ. വീടിൻ്റെ തൊട്ടടുത്ത സ്കൂള് അച്ഛന്മാരുടെ സ്കൂളാ. അവൾക്ക് ഈ സുവിശേഷമൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഇന്നത്തെ പോലെ മനോഹരമായി പണി തീർത്ത വീടായിരുന്നില്ല ആ വീട്. പാതി പണി തീർത്ത ഒരു വീട്. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ശക്തമായ ദുർഗന്ധം. എനിക്കാണെങ്കിൽ ഒരല്പം ദുർഗന്ധം ഏറ്റുകഴിഞ്ഞാൽ ഞാൻ ഉടനെ ഛർദിക്കും. കാരണം എൻ്റെ സ്വഭാവം, എൻ്റെ ബലഹീനതയാണ്. സഹിക്കാൻ വയ്യാതെ ഞാൻ ചോദിച്ചു, എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ ആന്റണി ചേട്ടാ, വല്ല എലി എങ്ങാനും ചത്തു കിടക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ ഭാര്യയുടെ കാലാണ്. അതായത് ഈ പുതിയ സുവിശേഷവുമായി ഇറങ്ങി തിരിച്ച് ലിസി ടീച്ചറുടെ കാല് അഴുകി നാറ്റം വഹിപ്പിച്ചുകൊണ്ടിരുന്ന ദിവസമാണ് ഞാൻ അവിടെ കയറി ചെന്നത്. അദ്ദേഹം പറഞ്ഞ, എൻ്റെ ഭാര്യയ്ക്ക് എക്സിമോ എന്ന് പറയുന്ന രോഗമാണ്. ഇത് കുറെ ചികിത്സിക്കുമ്പോൾ ഒന്നുണങ്ങും, പിന്നെയും വരും. എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര ദുഃഖം തോന്നി. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ എന്നിട്ട് നാറ്റടിക്കുക. ആ വീട്ടുകാർ പോലും മൂക്ക് പൊത്തി നടക്കുക. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, കരുണയായിരിക്കണം, കരുണ കാണിക്കണമേ കർത്താവേ. കാരണം ദൈവത്തോട് നമുക്കൊന്നും ചോദിക്കാൻ അവകാശമില്ല. കാരണം ഒന്നും നാം കൊടുത്തേൽപ്പിച്ചിട്ടില്ലല്ലോ. അവിടെ ഉണ്ടോ? എല്ലാം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ടീച്ചർക്ക് ഇരിങ്ങാലക്കുട സഭയിലേക്ക് വരാൻ എന്നാണ് താല്പര്യം? എൻ്റെ കാലിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ വരിക? ഞാൻ ചോദിച്ചു, ടീച്ചർക്ക് ഇരിങ്ങാലക്കുട സഭയിലേക്ക് വരാൻ എന്നാണ് താല്പര്യം? അതിന് എനിക്കെൻ്റെ കാലിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ വരിക? ഞാൻ മൂന്നാമതും ചോദിച്ചു, ടീച്ചർക്ക് എന്നാണ് ഇരിങ്ങാലക്കുട സഭയിലേക്ക് വരാൻ താല്പര്യം? ഈ ടീച്ചർക്ക് അപ്പോഴും മനസ്സിലായില്ല. അപ്പൊ ആന്റണി ചേട്ടൻ ചോദിച്ചു, എടി ലിസിയെ, നിനക്ക് എന്നാണ് സൗഖ്യപ്പെടാൻ താല്പര്യം? നിനക്ക് സൗഖ്യപ്പെടാൻ എന്നാണ് താല്പര്യം എന്ന് പറ. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച വരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കും. ആന്റണി ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ടീച്ചർ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവരുടെ 2 മക്കൾ ജീവനോടെ ഇരിപ്പുണ്ടല്ലോ, പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന ദൈവവും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരുടെ കാലുണങ്ങി. അവർ ഈ സഭയിൽ വന്നു. ഇവിടെ നിന്ന് സുവിശേഷം കേട്ട് ഞാനാണ് അവരെ സ്നാനപ്പെടുത്തിയത്. ഇപ്പൊ അവർക്ക് എന്നോട് സുവിശേഷം പറയണം. എന്താണ് പറയാനുള്ള സുവിശേഷം? സഭയുമായിട്ട് ഒരു ബന്ധവും വേണ്ട, നിത്യജീവനിൽ പ്രവേശിക്കാൻ സ്നാനം വേണ്ട, കർത്തൃമേശ എടുക്കണ്ട. അങ്ങനെയുള്ള സുവിശേഷം. ഈ പുളിച്ച മാവ് നമ്മുടെ സഭയിൽ പലരും കേട്ടു, ഇരുന്നു കൊടുത്തു. ഇത് കേട്ടവർ വിശ്വസിച്ചില്ലെങ്കിലും അടി അവർക്ക് കിട്ടും. I tell you this in the name of Lord Jesus Christ. നിങ്ങൾ ആ ബിന്ദുവിനെ കണ്ടുപിടിക്കുക. ബിന്ദു പറഞ്ഞു, നീ പറഞ്ഞിട്ടില്ലാത്ത, ഞാൻ കേട്ടിട്ടില്ലാത്ത സുവിശേഷം എന്നെ രക്ഷിക്കും എങ്കിൽ പോലും അത് നല്ലത്. ഓക്കെ,
പക്ഷെ നീ ഈ സുവിശേഷം അറിയിക്കേണ്ടത് എന്നെയല്ല, ജോസേട്ടനെയാ. കാരണം ജോസേട്ടനും രക്ഷപ്പെടണമല്ലോ, ജോസേട്ടൻ മുഖാന്തരം മറ്റനേകം രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് എനിക്കിത് കേൾക്കണ്ട. വെക്കടി ഫോൺ. ഇതിന് നട്ടെല്ല് വേണം. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ ലേഖനം എടുക്കുക. എൻ്റെ രക്തം തിളക്കിയ 2 തിമോത്തി 3-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. മതി. ഇത് അവസാന നാളാണോ? അവസാന നാളാണോ? ഇതല്ല അവസാന നാള് എങ്കിൽ നിങ്ങൾ കാത്തിരുന്നോ ഒരു അവസാന നാൾ വരാൻ. ഇനി ഒരു അവസാന നാൾ വരാനില്ല. ഇതാണ് അവസാന നാൾ. എന്ത് ചെയ്യണമെന്നറിയാമോ? 5-ാമത്തെ വാക്യം. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവരിൽ ചിലർ ഒരു മിനിറ്റ്. അവർ ഭക്തിയുടെ ബാഹ്യരൂപം ധരിച്ചുകൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എന്ത് ചെയ്യണം? അകന്നു നിൽക്കുക. അപ്പൊ ഷെൽഡിനും ജൂലിക്കും കസാലിട്ട് കൊടുക്കണമെന്നാണോ ഇത് പറഞ്ഞത്? അതോ അവരെ ഓടിച്ചു വിടണമെന്നാണോ പറഞ്ഞത്? ഇത് നെറ്റിൽ കയറോട് ഈ പ്രസംഗം ഇന്ന് രാത്രി നെറ്റിൽ കയറും. ഇത് ഷെൽഡിനും ജൂലിയും കേൾക്കും. എനിക്ക് വിലയുള്ളത് ദൈവമാണ്. ആ ദൈവം എന്നെ ഏൽപ്പിച്ച ആടുകളാണ് എനിക്ക് വിലപ്പെട്ടത്, അവനല്ല. മനസ്സിലായോ? അടുത്ത വാക്യം വായിക്കും. അവരിൽ ചിലർ ഈ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് ചൈതന്യത്തെ നിഷേധിച്ച് കളയുന്ന അവർ എന്ത് ചെയ്യും? ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളും പാപങ്ങൾ ചെയ്തു കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു. ഓഹോ, കണ്ടോ? ഈ സുവിശേഷം ചെല്ലുന്ന ആരുടെ അടുത്തേക്കാ? ഇവരുടെ സുവിശേഷം ആണുങ്ങളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? ഞാൻ പേരെടുത്ത് പറഞ്ഞൊക്കെ ആണുങ്ങളായിരുന്നോ? ആയിരുന്നോ? അതുകൊണ്ട് ഷീബെ, നീ പുരുഷത്വം പ്രാപിക്കേ. കാരണം നീ ഒരുപാട് പേരുടെ പ്രസംഗം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചോ. ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ്. കണ്ടോ? ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്തുണ്ടാകും? എന്നാൽ സത്യത്തെ പറ്റിയുള്ള പൂർവ്വജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല. ഇനി ഞാൻ നിന്നോട് വിരല് ചൂണ്ടി സംസാരിച്ചിട്ടില്ല എന്ന് നീ എന്നോട് പറയരുത്. വാട്സാപ്പും കൂട്ട്സാപ്പും 100 കണക്കിന് സുവിശേഷകന്മാരും. എന്താ നിങ്ങൾക്ക് ആവശ്യമായ ദൈവവചനം തരാൻ ഈ സഭ എന്തെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? സ്ത്രീകളെ വശപ്പെടുത്തും. വശപ്പെടുത്താൻ തന്നെയാണ് അവര് പോയത്. ബിന്ദുവിന്റെ അടുത്ത് ഈ പരിപ്പ് ബിന്ദു പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് സുവിശേഷം കേട്ട ജോസേട്ടനിൽ നിന്നാണ്. ആ സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അന്ത്യത്തോളം ആ സുവിശേഷത്തിൽ നിൽക്കും. ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ ബിന്ദുവിനെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ ഉണ്ടായ സംഭവം തന്നെയാണോ? അവള് പറഞ്ഞു, ജോസേട്ടൻ ധൈര്യമായിട്ട് എൻ്റെ പേര് പറഞ്ഞ് പ്രസംഗിച്ചോ. ആ ധൈര്യത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അവരുടെ 2 മക്കൾ ഇത് കേട്ടോണ്ട് കൂടി ഇരിക്കുക. ആര് പറയുന്നതും കേട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാന പൂർത്തിയിൽ എത്തില്ല. ഞാൻ പറഞ്ഞതല്ല, പൗലോസ് പറഞ്ഞതാ. ഇതാ പിടിച്ചോ, അതിന്റെ 6, 7 ഒരുമിച്ചോ വായിച്ചോ. അവരിൽ ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളും പാപങ്ങൾ ചെയ്തു കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു. ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ്. അങ്ങനെ ആര് പഠിപ്പിക്കുന്നതും നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണ്ട. അങ്ങനെ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആ കേട്ടിട്ട് ആ പാട് നിങ്ങൾ അങ്ങോട്ട് പൊക്കോ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആരും കാത്തിരിക്കുന്നില്ല. ഗോ ടു ഹെൽ. എന്താ അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറയുന്നത്? അടുത്ത വാക്യം. എന്നാൽ സത്യത്തെ പറ്റിയുള്ള പൂർണ്ണജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല. ഞാൻ പുസ്തകം അടക്കിയ
വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നില്ല. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പ്രലോഭകൻ പുറകെയുണ്ട്. അവനെ തോൽപ്പിക്കണം. അവനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്ന വിശ്വാസത്താലാണ്. എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഞാൻ ആ വഴി വിട്ടു നടന്നാൽ അവൻ എന്നെ അടിക്കും, അവൻ എന്നെ ശാസിക്കും. ഓരോ തവണ തിരുത്തൽ കിട്ടുമ്പോഴും സ്വയം പറഞ്ഞോണം, കർത്താവേ ഞാൻ തിരുത്തിക്കോളാം. എന്തിനാണ് ഈ അടി കിട്ടിയതെന്ന് പറഞ്ഞേച്ചാ മതി. അവൻ വെളിപ്പെടുത്തും. അവൻ നിന്നോട് സംസാരിക്കും. ആ സംസാരം കേട്ടനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നാൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കാണപ്പെടാത്ത നിത്യജീവൻ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? അല്ലാണ്ട് നീ ആശിച്ചത് മുഴുവൻ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് കിട്ടുമെന്നൊന്നും വചനം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ബ്രിങ് ഇറ്റ്. കാരണം ഈ സഭയ്ക്ക് ദൈവം തന്നിട്ടുള്ളത് അതാണ്, ദൈവ വചനത്തിന്റെ സമ്പന്നത. ദൈവത്തിന് സ്തോത്രം.